KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും ജനാധിപത്യത്തിന്റെ കാവലാളുകളാകണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഹൈക്കോടതി സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം. സംഘർഷം ആവർത്തിക്കാതിരിക്കാൻ AGയുടെ അധ്യക്ഷതയിൽ സമിതി. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിൽ നിലനിർത്തുമെന്ന് മന്ത്രി KT ജലീൽ. ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പുതിയ തെളിവില്ലെന്ന് AK ബാലൻ. പാമോലിൻ കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസം 12ലേക്ക് മാറ്റി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. കാബൂളിലുണ്ടായ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ 61 പേർ കൊല്ലപ്പെട്ടു. കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന 4000 കോടി രൂപ നഷ്ടപ്പെടുത്തിയതിന് ഉമ്മൻചാണ്ടി മറുപടി പറയണമെന്ന് മന്ത്രി തോമസ് ഐസക്. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് അനുവദിച്ചിട്ടുള്ള ഹജ്ജ് ക്വാട്ട വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടു. കേരളത്തിന് 5422 സീറ്റ്. വാർത്തകൾ വിശദമായി. ഹൈക്കോടതിയിലെ സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന അനുരജ്ഞന യോഗത്തിൽ തീരുമാനമായി. കേസുകൾ അന്വേഷിക്കുന്നതിന് തടസ്സമില്ല. സംഘർഷം ആവർത്തിക്കാതിരിക്കാൻ AGയുടെ അധ്യക്ഷതയിൽ സമിതി രൂപീകരിക്കും. ബാർ, ഹൈക്കോടതി, അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരെ അംഗങ്ങളായി സമിതിയിൽ ഉൾപ്പെടുത്തും. പ്രക്ഷോഭമോ പ്രതിഷേധമോ ഉയരുന്നതിനു മുമ്പ് സമിതി പരിശോധിക്കണം. ഹൈക്കോടതിക്കുള്ളിലുണ്ടായ പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടില്ല. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള സൌഹൃദം ഇനിയും തുടരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ സംഭവങ്ങൾ ഒരു അടഞ്ഞ അധ്യായമായി കാണണമെന്നും പിണറായി അഭ്യർത്ഥിച്ചു. അഡ്വക്കേറ്റ് ജനറലും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാരും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും നമ്മുടെ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലും അറ്റോർണിയും എല്ലാം പങ്കെടുത്ത ഈ യോഗത്തിൽ കേരള ഹൈക്കോർട്ടിലെ ബാർ അസോസിയേഷൻ പ്രതിനിധികളും പത്രപ്രവർത്തക യൂണിയന്റെ പ്രതിനിധികളും പങ്കെടുക്കുകയുണ്ടായി. അതോടൊപ്പം കേരളത്തിലെ അഡ്വക്കേറ്റുമാരെ ആകെ പ്രതിനിധീകരിക്കുന്ന ബാർ കൌൺസിലിന്റെ പ്രതിനിധികളും പങ്കെടുത്തു. വിശദമായാണ് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തത്. എല്ലാവരും ചില കാര്യങ്ങളിൽ ഏകാഭിപ്രായക്കാരായിരുന്നു. അതായത് അത്യന്തം നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത്. ഇത്തരം സംഭവങ്ങൾ ഒരു കാരണവശാലും ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ ഏകണ്ഠമായ അഭിപ്രായമാണ് ഉയർന്നത്. ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താം. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അന്വേഷണങ്ങൾ ആ വഴിക്ക് നടക്കട്ടെ. അതിന് തടസ്സമുണ്ടായില്ല. ഇതായിരുന്നു ആദ്യത്തെ ധാരണ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൽ പ്രധാനമാണ്. അതിന് കാണുന്നത് ഒരു സമിതി ഇതിനാവശ്യമാണ്. ഐസ്ക്രീം പാർലർ കേസിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പുതിയ തെളിവില്ലാതെ സുപ്രീംകോടതിയിൽ നിലപാട് എടുത്തിരുന്നെങ്കിൽ സർക്കാർ അപമാനിക്കപ്പെട്ടേനെയെന്ന് മന്ത്രി AK ബാലൻ. മുമ്പ് നടന്ന അന്വേഷണങ്ങളിൽ ഒന്നും കുഞ്ഞാലിക്കുട്ടിക്ക് എതിരെ തെളിവ് ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ കോടതിയിൽ ഇത്തരമൊരു നിലപാട് എടുത്തതെന്നും ബാലൻ പറഞ്ഞു. ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി VS അച്യുതാനന്ദനെ തീരുമാനിച്ചിട്ടില്ല. ഏത് MLAയ്ക്കും അധ്യക്ഷനാകാം. ഇക്കാര്യത്തിൽ പാർട്ടിയോ മുന്നണിയോ തീരുമാനം എടുത്തിട്ടില്ലെന്നും ബാലൻ പറഞ്ഞു.
അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ സുപ്രീം കോടതിയിൽ ഈ കേസ് വരുന്നു. പഴയ ഗവൺമെന്റ് എടുത്ത നിലപാടെന്താ? ഇത് ഒരു തെളിവുമില്ലാത്തതാണ്, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. അതിന് പകരം ഞങ്ങളെടുക്ക തെളിവുണ്ട് എന്ന് പറയാൻ എന്തെങ്കിലും തെളിവ് ഇപ്പോ അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടാകണമല്ലോ. ഇല്ലാത്തിടത്തോളം കാലം സുപ്രീം കോടതിയോട് ഒരു വക്കീൽ നിന്നിട്ട് പറയുക, ഞങ്ങൾക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള തെളിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി ചോദിക്കുമല്ലോ എന്താ തെളിവുള്ളതെന്ന്. അവിടെ വെച്ച് അപമാനിക്കപ്പെടുക. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തേണ്ട രണ്ട് മേഖലകളാണ് മാധ്യമ പ്രവർത്തനവും അഭിഭാഷക വൃത്തിയുമെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ജനങ്ങളുടെ താൽപര്യങ്ങൾക്കു വേണ്ടി വിവേകപൂർവ്വം ഇടപെടുന്ന ഇരു സംവിധാനങ്ങളും പരിമിതികൾ ഉണ്ടെങ്കിലും ജനാധിപത്യത്തിന്റെ കാവലാളുകളായി നിലനിന്നതിന് എത്രയെങ്കിലും ഉദാഹരണങ്ങളുണ്ട്. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ തീവ്രത ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ദുരിതക്കയത്തിൽ നിന്ന് ആ പ്രദേശത്തെ പതിയെ ഉയർത്തിക്കൊണ്ടുവന്നതിൽ മാധ്യമപ്രവർത്തകർ വഹിച്ച പങ്ക് വിസ്മരിക്കാൻ കഴിയില്ല. ദുരിതമനുഭവിക്കുന്ന പലർക്കും വേണ്ടി സ്വയം മറന്ന് പ്രവർത്തിക്കുന്ന അഭിഭാഷകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ എപ്പോഴും സൌഹൃദമാണ് ഉണ്ടാവേണ്ടത്. സംഘർഷം സംഭവിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും സമൂഹത്തിന്റെയുമൊക്കെ ജീർണതയ്ക്ക് അത് കാരണമാവും. അറിവുള്ളവർ സാധാരണ പൌരന്മാർക്ക് മാതൃകയാവേണ്ടവരാണ്. ഹൈക്കോടതി പരിസരത്തും തിരുവനന്തപുരത്തും നടന്ന സംഘർഷവും വാക്കേറ്റവും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും മറ്റു ജനാധിപത്യ സ്ഥാപനങ്ങളും ജാഗ്രത പുലർത്തണമെന്നും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ പത്രക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. പാമോലിൻ കേസ് അടുത്ത മാസം 12-ന് പരിഗണിക്കും. വിശദാംശങ്ങൾ റഫീഖ് നരിക്കുനി നൽകുന്നു. പാമോലിൻ കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസം 12-ലേക്ക് മാറ്റി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് തീരുമാനം. 5 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി കേസ് പരിഗണിച്ചത്. വിചാരണവേളയിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കേസിലെ 2ാം പ്രതിയും മുൻ മന്ത്രിയുമായ ടി.എച്ച്. മുസ്തഫ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയും 12-ന് പരിഗണിക്കും. കേസിൽ എത്രയും വേഗം വിചാരണ നടപടികൾ തുടങ്ങണമെന്ന സുപ്രീം കോടതിയുടെ ആവശ്യത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 31-ന് കേസ് പരിഗണിച്ച തൃശൂർ വിജിലൻസ് കോടതി പ്രതികളോട് നേരിട്ട് ഹാജരാകാനും വിചാരണ നടപടികൾ വൈകിപ്പിക്കാനാവില്ലെന്നും വ്യക്തമാക്കി. എന്നാൽ ജൂൺ 17-ന് ഹൈക്കോടതി കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിക്ക് വിടുകയായിരുന്നു. കേസിലെ പ്രതിയായ പി.ജെ. തോമസ് IAS സമർപ്പിച്ച ഹർജി പരിഗണിച്ചായിരുന്നു ഈ തീരുമാനം. പ്രതികൾക്കെതിരായ കുറ്റം ചുമത്തൽ ഉൾപ്പെടെയുള്ള തുടർ നടപടി തൃശൂർ വിജിലൻസ് കോടതിയിൽ നടക്കാനിരിക്കെയായിരുന്നു കേസ് വീണ്ടും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. കേസിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് മുൻ വിജിലൻസ് ജഡ്ജി പി.കെ. ഹനീഫ 2011-ൽ ഉത്തരവിട്ടതിനെതിരെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളാണുണ്ടായത്. അന്ന് സർക്കാർ ചീഫ് വിപ്പായിരുന്ന പി.സി. ജോർജ് ജഡ്ജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തുവന്നു. ഇതേ തുടർന്ന് പി.കെ. ഹനീഫയുടെ അപേക്ഷ പ്രകാരമാണ് 2011 ഒക്ടോബർ 31-ന് കേസ് തൃശൂർ വിജിലൻസ് കോടതിയിലേക്ക് ഹൈക്കോടതി മാറ്റിയത്. കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ടി.എച്ച്. മുസ്തഫ, ജിജി തോംസൺ, പി.ജെ. തോമസ് എന്നിവർ നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ട് പാമോലിൻ കേസിൽ ആരെയും കുറ്റവിമുക്തരാക്കാൻ സാധിക്കില്ലെന്നും വിചാരണ നേരിടണമെന്നും മെയ് 11-ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടിരുന്നു. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്, തിരുവനന്തപുരം. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 61ആയി. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പവർലൈൻ പദ്ധതിക്കെതിരെ ഷിയ വിഭാഗക്കാർ നടത്തിയ പ്രകടനത്തിനിടെ ദേമസാങ് മേഖലയിലാണ് സ്ഫോടനമുണ്ടായത്. ചാവേർ ആക്രമണമാണെന്നാണ് നിഗമനം. 2 തവണ സ്ഫോടനങ്ങളുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു. തുർക്കമാനിസ്ഥാനിൽ നിന്ന് കാബൂളിലേക്കുള്ള 500 kV വൈദ്യുതി ലൈൻ വലിക്കുന്നത് ബമിയൻ മേഖലയിലൂടെ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷിയ വിഭാഗക്കാർ പ്രക്ഷോഭം നടത്തിയത്. ഷിയ വിഭാഗക്കാർ ഏറെയുള്ള ബമിയൻ മേഖലയോട് സർക്കാർ വിവേചനം കാട്ടുന്നെന്ന ആരോപണം ശക്തമാണ്. കേന്ദ്ര സഹായമായി കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന 4000 കോടി രൂപ നഷ്ടപ്പെടുത്തിയതിന് ഉമ്മൻചാണ്ടി മറുപടി പറയണമെന്ന് ധനമന്ത്രി ടി.എം. തോമസ് ഐസക്. നികുതി വരുമാനം കുറഞ്ഞതിനെ തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് റവന്യൂ കമ്മി കൂടിയതാണ് കേന്ദ്ര സഹായം ഇല്ലാതാക്കിയത്. LDF സർക്കാർ ഭരിച്ചപ്പോൾ 19% നികുതി പിരിവ് UDF ഭരിച്ചപ്പോൾ 12 മുതൽ 13% വരെയായി കുറഞ്ഞതാണ് റവന്യൂ കമ്മി വർദ്ധിക്കാൻ കാരണമായത്. റവന്യൂ കമ്മി 0 കേന്ദ്രത്തിൽ നിന്ന് 4000 കോടി രൂപ കിട്ടുമായിരുന്നു. മാത്രമല്ല കൂടുതൽ വായ്പയും എടുക്കാമായിരുന്നു. പലിശ ബാധ്യതയും കുറയുമായിരുന്നു. ഇതെല്ലാം വിശദമാക്കാൻ ധവളപത്രമല്ല ബ്ലൂ ബുക്ക് ഇറക്കേണ്ടിവരുമെന്നും ഐസക് പരിഹസിച്ചു. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും.
റിസാല റിസാല അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക റിസാല 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 അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക റിസാല 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 ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക റിസാല 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 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മികച്ച സംവിധാനങ്ങളാണ് ഉള്ളതെങ്കിലും ഹജ്ജ് യാത്രക്കാരുടെ പൊതുസൌകര്യാർത്ഥം ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിൽ തന്നെ നിലനിർത്തുമെന്ന് ഹജ്ജ് കാര്യമന്ത്രി KT ജലീൽ പറഞ്ഞു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വിമാന അറ്റകുറ്റപ്പണി കേന്ദ്രത്തിൽ താത്കാലികമായി ഒരുക്കുന്ന ഹജ്ജ് ക്യാമ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ മേഖലയിൽ നിന്നാണ് ഹജ്ജ് നിർവഹിക്കുന്നതിനായി കൂടുതൽ പേരുള്ളത്. അതുകൊണ്ട് കരിപ്പൂരിൽ നിന്ന് തന്നെ ഹജ്ജ് യാത്ര നടത്തുന്നതാണ് എളുപ്പം. കരിപ്പൂരിനു പുറമെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുകൂടി ഹജ്ജ് സർവീസ് ആരംഭിക്കണമെന്ന നിർദ്ദേശം അപ്രായോഗികമാണ്. രാജ്യത്തെ 21 എംബാർക്കേഷൻ പോയിന്റുകളിൽ ഒന്നാണ് കേരളത്തിലേത്. കേരളം പോലെ ഭൂമിശാസ്ത്രപരമായി വിസ്തൃതി കുറഞ്ഞ സംസ്ഥാനത്ത് നിന്നും ഒന്നിൽ കൂടുതൽ എംബാർക്കേഷൻ പോയിന്റിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അനുമതി നൽകാനിടയില്ല. കരിപ്പൂർ വിമാനത്താവളത്തിൽ ജംബോ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ തടസ്സം നേരിട്ടത് മൂലമാണ് എംബാർക്കേഷൻ താത്കാലികമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് മാറ്റേണ്ടി വന്നത്. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ട നടപടികൾ സർക്കാർ ആരംഭിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനത്തിന് ആരെയും അടിച്ചിറക്കില്ലെന്നും ജനങ്ങൾക്ക് തൃപ്തികരമായ പുനരധിവാസ പാക്കേജ് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും KT ജലീൽ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഹജ്ജ് ഹൌസ് നിർമ്മിക്കുന്നത് ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്നും എന്നാൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും യാത്ര പുറപ്പെടുന്ന ഉംറ തീർത്ഥാടകർക്ക് സൌകര്യപ്രദമായ ഒരു കേന്ദ്രം തുടങ്ങുന്ന കാര്യം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയുമായി ആലോചിച്ച് തീരുമാനിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയോളം തീർത്ഥാടകർ ഈ വർഷം ഹജ്ജിന് പുറപ്പെടാൻ ക്യാമ്പിൽ എത്തുന്നത് കണക്കിലെടുത്ത് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതായി മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അൻവർ സാദാത്ത് MLA, VK ഇബ്രാഹിം കുഞ്ഞ് MLA, സിയാൽ എക്സി ഡയറക്ടർ MM ബഷീർ, ഹജ്ജ് കമ്മിറ്റി സെക്രട്ടറി EC മുഹമ്മദ്, മാസ്റ്റർ ട്രെയിനർ NP ഷാജഹാൻ, ജില്ലാ ട്രെയിനർ അഷ്കർ, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി ഹൈദ്രോസ് ഹാജി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MN ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് അനുവദിച്ചിട്ടുള്ള ഹജ്ജ് ക്വാട്ട വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടു. 36,000 ക്വാട്ടയാണ് ഈ വർഷം ആകെ വിതരണം ചെയ്യുന്നത്. ഇതിൽ നിന്ന് കേരളത്തിലെ ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് 5,422 ക്വാട്ട ലഭിച്ചു. ഇതിനു പുറമെ കേരളത്തിനു പുറത്തുള്ള മലയാളി ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് 3,000 ക്വാട്ടയും ലഭിച്ചു. 7 വർഷവും അതിൽ കൂടുതലും ഹജ്ജ് ലൈസൻസ് ലഭിച്ചവരെ 1ാം കാറ്റഗറിയിലും അല്ലാത്ത ഗ്രൂപ്പുകളെ 2ാം കാറ്റഗറിയായും നിശ്ചയിച്ചാണ് ക്വാട്ട വിതരണം ചെയ്യുന്നത്. 1ാം കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മൊത്തം ക്വാട്ടയുടെ 70% മാറ്റിവെച്ചത്. 2ാം ഗ്രൂപ്പിലുള്ളവർക്ക് 30% ക്വാട്ടയാണ് നൽകുന്നത്. 2ാം കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം യോഗ്യരായിരുന്നിട്ടും ക്വാട്ട ലഭിക്കാത്ത 144 പേരിൽ 129 ഗ്രൂപ്പുകൾക്ക് നറുക്കെടുപ്പില്ലാതെയും ശേഷിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് 87 പേർക്ക് നറുക്കെടുപ്പിലൂടെയും ക്വാട്ട നൽകി.
സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഇത്തവണ ഹജ്ജിന് പോകുന്ന തീർത്ഥാടകർക്ക് 54 കിലോഗ്രാം ലഗേജ് അനുവദിക്കും. ഇതു സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റികൾക്ക് നൽകി. സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ബാഗേജുകളാണ് യാത്രയ്ക്ക് ഉപയോഗിക്കേണ്ടതെന്ന് സർക്കുലറിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം രാജ്യത്തെ എല്ലാ തീർത്ഥാടകർക്കും ഒരേ തരത്തിലെ ബാഗുകൾക്കായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി 5100 രൂപ ഈടാക്കിയിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഇത്തവണ ഒഴിവാക്കുകയായിരുന്നു. 22 കിലോ ഭാരം ഉൾക്കൊള്ളുന്ന 2 ബാഗുകളും 10 കിലോ ഉൾക്കൊള്ളുന്ന ഹാൻഡ് ബാഗുമാണ് അനുവദിച്ചിട്ടുള്ളത്. തുന്നിക്കെട്ടിയ പ്ലാസ്റ്റിക് ചാക്ക് അടക്കമുള്ളവ നിരോധിച്ചിട്ടുണ്ട്. ഗുണനിലവാരവും ഉറപ്പുമുള്ള ബാഗുകളായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ബാഗിൽ രാജ്യം, പേര്, പാസ്പോർട്ട് നമ്പർ, കവർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ എഴുതണം. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ യാത്രയാകുന്നവർക്ക് ബാഗിൽ പതിക്കാൻ പ്രത്യേക സ്റ്റിക്കർ ഹജ്ജ് പഠന ക്ലാസിൽ വിതരണം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷമുണ്ടായ മിന ദുരന്തത്തെ തുടർന്ന് മശാഅർ ട്രെയിൻ വഴി യാത്ര ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മുൻ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ട്രെയിൻ മുഖേനയുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കാനാണ് തീരുമാനം. ഇന്ത്യയിൽ നിന്ന് 35,000-ഓളം തീർത്ഥാടകർക്ക് ഇത്തവണ ബസ് മുഖേന യാത്ര ചെയ്യാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. പ്രവാസലോകത്തെ വിസ്മരിക്കാനാവാത്ത മുഹൂർത്തങ്ങൾ അയവിറക്കി പ്രവാസം അവസാനിപ്പിക്കുന്ന ക്ലാരി അബൂബക്കർ ഹാജിക്ക് ICF ജിദ്ദ ഘടകം യാത്രയയപ്പ് നൽകി. നീണ്ട 37 വർഷത്തെ ജിദ്ദയിലെ ജീവിതം വളരെ സംതൃപ്തമായിരുന്നുവെന്നും സാഹചര്യം അനുകൂലമായാൽ തിരിച്ചുവന്ന് പ്രവാസി സുഹൃത്തുക്കളോടൊപ്പം കഴിയാനാണ് ആഗ്രഹിക്കുന്നതെന്നും ആരോഗ്യപരമായ കാരണങ്ങളാൽ പ്രവാസം മതിയാക്കുന്ന അബൂബക്കർ ഹാജി പറഞ്ഞു. ചികിത്സയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആശുപത്രികളിൽ നടത്തുന്ന ചൂഷണങ്ങളിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്ന മായങ്ങളിലും മരുന്ന് കമ്പനിക്കാർ നടത്തുന്ന വഞ്ചനകളിലും ഏറ്റവും കൂടുതൽ കേരളീയരാണ് ചതിക്കപ്പെടുന്നതെന്നും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം വിവരിച്ചു. ജിദ്ദയിലെ ഒരു കമ്പനിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം കേരളത്തിലും പ്രവാസലോകത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുന്നതായി യാത്രയയപ്പ് സന്ദേശത്തിൽ ജിദ്ദ ICF ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ മല്ലാഹിരി പറഞ്ഞു. SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ അർദ്ധവാർഷിക കൌൺസിൽ അനാലിസ സമാപിച്ചു. പാണ്ടിക്കാട് അലൻസാറിൽ നടന്ന പരിപാടി SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK റാഷിദ് ബുഹാരി നിയന്ത്രിച്ചു. കഴിഞ്ഞ 6 മാസ കാലയളവിൽ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ നടന്ന പദ്ധതികളുടെ അവലോകനം നടന്നു. വരും ദിവസങ്ങളിൽ സംഘടന നടപ്പാക്കുന്ന വിവിധ കർമ്മപരിപാടികളെക്കുറിച്ചുള്ള ആസൂത്രണവും ചർച്ചയും നടന്നു. ക്യാമ്പസ്, ഹയർ സെക്കൻഡറി, ദഅ്വ, ട്രെയിനിംഗ്, മഴവിൽ, സാമ്പത്തികം, വിസ്ഡം, പബ്ലിക് റിലേഷൻ എന്നീ സമിതികളുടെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ഡിവിഷൻ നിരീക്ഷണ റിപ്പോർട്ടുകൾ SD-മാർ അവതരിപ്പിച്ചു. ശാക്തീകരണ റിപ്പോർട്ടുകൾ ഡിവിഷൻ സെക്രട്ടറിമാർ അവതരിപ്പിച്ചു. SSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈനുദ്ദീൻ സഖാഫി ഇരുമ്പുഴി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M അബ്ദുറഹ്മാൻ, ജില്ലാ പ്രസിഡന്റ് M ദുൽഫുഖാർ അലി സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും ജനാധിപത്യത്തിന്റെ കാവലാളുകളാകണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഹൈക്കോടതി സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം. സംഘർഷം ആവർത്തിക്കാതിരിക്കാൻ AGയുടെ അധ്യക്ഷതയിൽ സമിതി. ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കരിപ്പൂരിൽ നിലനിർത്തുമെന്ന് മന്ത്രി KT ജലീൽ. പാമോലിൻ കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസം 12ലേക്ക് മാറ്റി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പുതിയ തെളിവില്ലെന്ന് AK ബാലൻ. കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന 4000 കോടി രൂപ നഷ്ടപ്പെടുത്തിയതിന് ഉമ്മൻചാണ്ടി മറുപടി പറയണമെന്ന് മന്ത്രി തോമസ് ഐസക്. കാബൂളിലുണ്ടായ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ 61 പേർ കൊല്ലപ്പെട്ടു. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് അനുവദിച്ചിട്ടുള്ള ഹജ്ജ് ക്വാട്ട വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടു. കേരളത്തിന് 5422 സീറ്റ്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.